വേണ്ട ലോവേഡ് വെർഷനാണ് ഗൈസ്. തറ തട്ടി നിൽക്കുന്നുണ്ട വണ്ടി. ഓ ഓ ഓ ഏതാ ലുക്ക് ഏതാ പടവീട് ബില്ല് വേണ്ട വെച്ചോ, ബില്ല് വേണ്ട 100 രൂപ എടുത്തോ പോട്ട്. ഓക്കെ ശരിയല്ല സമയത്ത് എണീക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ എല്ലാവർക്കും മൊഗര വ്ളോഗ്സിന്റെ ഒരു കിടിലം കിടക്കാച്ച വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളെ സ്വന്തം വണ്ടിയുടെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെ കിരണേട്ടൻ ഓൺ ഡ്രൈവിംഗ് ആണ് ഗൈസ്. രാവിലെ തന്നെ അല്ല മീനുണ്ട്. ഇവനെ കണ്ടാൽ മനസ്സിലായി കാണും. നമ്മൾ വീണ്ടും നോർത്ത് 16 പാക്കേജായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എവിടെ ഇരുന്നല്ലേ മൈസൂർ ഫുള്ള് സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞ് മൈസൂരിൽ സ്റ്റേയും കഴിഞ്ഞ് ഇന്ന് നമ്മൾ നേരെ കൂർഗിലേക്ക് വച്ചു പിടിക്കുകയാണ്. അല്ലമ്മീൻ്റെ കൂടെ നമ്മുടെ സോറി ഗൈസ് ചിക്കമംഗളൂരാണ് നമ്മളെ ചിക്കമംഗളൂർ. ഇതാ നമ്മളെ സജ്ജാദിക്ക് കൂടെ ഉണ്ട്. ഹലോ നമ്മൾ വ്ളോഗിൽ ആദ്യമായിട്ടാണ് ഗൈസ് സജ്ജാദിക്ക് കാണിക്കുന്നത്. നമ്മുടെ പുലിക്കാട്ടിൽ എന്ന് പറയുന്ന 24 സീറ്റിന്റെ ഹെവി വർക്ക് ചെയ്ത വണ്ടിയുടെ മൊയിലാളി കൂടെയാണ്. ഇവനെന്താ പറയണ്ടത് എന്നിവൻ പറയുന്നത്. ആ വണ്ടിയിൽ ഹെവി ലൈറ്റ് വർക്കും ചെയ്തവനാണ് ഗീസവൻ. അവന്റെ വർക്ക് ഇഷ്ടമുള്ള തംസ് അപ്പ് ഇങ്ങനെ അടിക്കുക, ഡിസ്ലൈക്ക് അടിച്ച്. അപ്പോൾ വെച്ചാൽ നമ്മളിങ്ങനെ ചിക്കമംഗളൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസലാണ് ഫുഡ് പറഞ്ഞേക്കുന്നത്. വണ്ടിക്കകത്തുള്ള ചെറുക്കം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു ഗീസ് വാങ്ങിച്ചെന്നേ നമ്മൾ അടിച്ചു പോയി. ഇതാണ് എല്ലാ ട്രിപ്പിലും അടിച്ചു വരലാണ് പരിപാടി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വേറൊന്നുമില്ല ഗൈസ്, ഈ സ്റ്റേ കൊടുക്കുന്ന ഹോട്ടൽ മുതലാളിമാരെ ശ്രദ്ധിക്കുക. ഇവൻ അവിടുത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റും. കോംപ്ലിമെന്റ് ആയിട്ട് തരുന്ന 5 രൂപയുടെ സോപ്പ്, എണ്ണ, തലയെണ്ണ, ബെഡ്ഷീറ്റ് ഇതെല്ലാം അടിച്ചു മാറ്റുന്നത് ഇവൻ തന്നെയാണ്. ഈ മുഖം എല്ലാവരും ഓർത്ത് വെച്ചിരിക്കുക. പാക്കേജിന്റെ പേര്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് 2ാമത്തെയാണ് ഈ സീസണിൽ നോർത്ത് 16 പാക്കേജ് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുത്തത് കൊല്ലം ജില്ലയിലെ കൊട്ടയത്തുള്ള ഡോൺ ബോസ്കോ കോളേജിൽ നിന്നാണ്. 4 ദിവസത്തെ ട്രിപ്പാണ്. മൈസൂര്, ചിക്കമംഗളൂര്, വേലൂര്, കൂർഗ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഗൈസ് വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് രാവിലെ ചായ കുടിക്കാതിരിക്കുകയാണ്. നമ്മളങ്ങനെ ചിക്കമംഗളൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇപ്പോഴത്തെ ഹമ്പുകൾ കൊണ്ടുപോയി മുസുകിട് രാവണ ഭാവങ്ങൾ വന്നിക്കാതൊക്കുന്നു നാരായണ. പാക്കേജ് ഫീൽഡ് ഏറ്റവും ഗുരുത്തം കിട്ടവനാണ് അവൻ ഗൈസ്. പ്രത്യേകം പറയാൻ അല്ലമീൻ ആലങ്കോട് വർക്കലേക്ക് എടുത്താണ് വീട്. സ്വന്തമായിട്ട് ലൈറ്റ് വർക്കൊക്കെ കണ്ട് കുരുത്തക്കേടുകൾ കൂടുതലാണ് ഗൈസ്. ട്രിപ്പ് പോകുന്ന ടീച്ചർമാരുടെ കണ്ണിലുണ്ണിയാണ് ഗൈസ്, കണ്ണിലുണ്ണി. അങ്ങനെ പറയണ്ട, ഒന്നും പറയില്ല. പക്ഷെ അങ്ങനെ പറയാതോ ചേ എന്തെങ്കിലും പറ. എങ്ങനെയൊന്നുമല്ല, കണ്ണിലുണ്ണി അല്ലേ? കണ്ണിൽ ഉണ്ണിയാണ് ഗൈസ്, കണ്ണിൽ ഉണ്ണി. അപ്പോൾ വെച്ചാൽ നമ്മൾ ചിക്കമംഗളൂരിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട്? വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് ആൾ ഇരിപ്പുണ്ട്. ഉടായിപ്പാണ്, കുടിക്കൂല രാവിലെ. അതെ, അതിന്റെ കഥ വേണമെങ്കിൽ പറഞ്ഞു. 3 മണിക്ക് അലാറം വെച്ചിട്ട് 7 മണിക്ക് വരണോ? എങ്ങനെ ഉറങ്ങും? അത് തന്നെ 3 മണിക്ക് അലാറം വെച്ചിരുന്നു ഗൈസ്. 5 മണിക്ക് കഴിക്കേണ്ടവൻ, എന്നിട്ട് അവ കഴിച്ചില്ല. ഉത്തരവാദിത്തമില്ല ഗൈസ്, ഉത്തരവാദിത്തമില്ല. അത് തന്നെ കൂടെ വരണം ജോലിയെ. ഓ നമ്മൾ ഏതോ ടൗൺ എത്തി ഗൈസ്. എവിടെ ഗേൾസ് പോകുന്നു ഗൈസ്. കന്നഡ കൊത്തില്ല കണ്ടല്ലോ.
പുലിക്കാടിന്റെ മുകളിൽ വായി നോക്കുന്നു ഗൈസ്. പരിപാടി പിള്ളേരെ പഠിപ്പിക്കുക. വഴിയെ പോകുന്ന പിള്ളേരെ വായി നോക്കലാണ് ഗൈസ് ഇങ്ങനെ പരിപാടി. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ സൈഡ് നോക്കി കൊടുത്തിട്ടുണ്ട്. സൈഡാണ് നോക്കിയത്. അയ്യേ നീ എന്തായാലും അങ്ങനെ ഒരു ഹൈ ഒരു അമ്മച്ചി പോകുന്നു ഗൈസ്. എനിക്ക് നേരെ വരുന്നത് അപ്പോൾ നമ്മൾ പേരറിഞ്ഞുകൂടാത്ത ഏതോ ടൗണിൽ കൂടെയാണ് ഗൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അമ്മച്ചി ഓലയെ മടക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. കർണാടകയിലെ KSRTC വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരാളെ കയറ്റയില്ല, ആളെ ഇറക്കയില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വണ്ടി കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ചിക്കമംഗളൂർ വന്നിട്ട് സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. ട്രാവൽ ചെയ്തെങ്കിൽ വന്ന് ഇവിടെ സ്റ്റേ ആയിരുന്നു. പിള്ളേർ ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ പോയി. നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി. രാത്രി സ്വിമ്മിംഗ് പൂളിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വേലൂർ പോകും. വല്ല മിനിക്കറൊക്കെ നമ്മള് വേലൂരിൽ വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. അവിടുത്തെ ടെമ്പിളും കാണാനുണ്ട് ഗൈസ്. നിങ്ങൾ അറിയുന്നുണ്ടോ ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ? ഇന്നലെ രാത്രി എന്തെല്ലാം കാര്യങ്ങളാണെന്ന് അറിയാവോ? എല്ലാത്തിനും കയറിലിടും ഇവൻ. ഒറ്റ ഒരുത്തൻ നമ്മളടുത്തൊരു വാക്ക് പറഞ്ഞെങ്കിൽ നമ്മ കുഴപ്പമില്ല. അത് തന്നെ നമുക്ക് വിഷമമുണ്ട്, വിഷമം. നമ്മളെ ഒറ്റപ്പെടുത്തി പോയി. ഒറ്റപ്പെടുത്തി. ഇന്നലെ രാത്രി പ്രാങ്കായിരുന്നു ഗൈസ്. കുറേ കിടക്കുന്ന പിള്ളേരുടെ വരാന്തയിൽ കൂടെ യക്ഷി പ്രേതത്തിന്റെ പ്രേത പാട്ട് നടന്നു. അതും വൈബാക്കിയതാരെന്നറിയോ? യങ്സ്റ്റേഴ്സ് അല്ല, അതായത് കളവായി. രാത്രി പിള്ളേർ ഉറങ്ങിക്കിടന്നപ്പം ടീച്ചർമാർ റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ പ്രേതത്തിന്റെ പാട്ട് കൊണ്ട് പോയ ആളിതാണ്. ടീച്ചർമാർ പേടിച്ച് റോഡിൽ ചാടി. അത് മാത്രം 3:30 ചായയും കുടിച്ചിട്ട്, രാത്രി 3:30 ചായയും കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പം ലിഫ്റ്റില് ഇവർ രണ്ടും കൂടെ വന്നിറങ്ങി ഗൈസ്. അപ്പോഴും ടീച്ചർ പേടിച്ചിരിക്കുന്നത്. ടീച്ചർ വെച്ച് പ്രയാസം വന്നു. ഇതാണ് ഗൈസ്, ഇത് തന്നെയാണ് ഫൈവ് മെഷീൻ. വെള്ളക്കിട്ട് രാത്രി നടന്നു. വരെ നമ്മള് വേലൂർ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് പ്രശസ്തമായിട്ടുള്ള വേലൂർ ടെമ്പിൾ. ഭക്തിമാർഗം പോട്ടെ. ഇതാണ് ഗൈസ് ടെമ്പിൾ. അപ്പൊ ഇവിടെ ഇതാണ് ഗൈസ് ടെമ്പിൾ. അപ്പൂപ്പനെ വളക്കി നല്ല മീൻ. അപ്പൂപ്പനെ പൈസ കൊടുത്ത് വളക്കുകയാണ്. വളച്ച് 100 രൂപയ്ക്ക് വളച്ച് നമുക്കൊരു ബില്ല് മതി. ബില്ല് വേണ്ട, ഇല്ലെങ്കിൽ ബില്ല് വേണ്ട വെച്ചോ. ബില്ല് വേണ്ട, 100 രൂപ എടുത്തോ പോട്ട്. ഓക്കെ, രാത്രി വരും വേണമെങ്കിൽ പറഞ്ഞത്. അങ്ങനത്തെ ആളാണ്. രാത്രി പോയി. ഇതാണ് ഗൈസ് ആ ടെമ്പിളിനെ കുറിച്ച് ഉണ്ടോ പറയൂ. നീ പാക്കേജ് ടെമ്പിളിനെ കുറിച്ച് പറയൂ. നമ്മള് അകത്ത് അത്യാവശ്യം ആംബിയൻസ് ആണ്. എല്ലാ ഇറച്ചിയൊക്കെ നിന്ന് കുളിക്കാതെ കയറി പോണത്. മരം വേലൂർ ടെമ്പിളില്ലേ, അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ചെറുക്കൻ എന്തോ വരെയാണ് ഗൈസ്. വരുന്നു ഇൻസ്റ്റയിലിടാനുള്ള വീഡിയോ നമ്മൾ പുള്ളിക്കാട്ടിലെ മുതലേ എടുക്കുന്നു ഗൈസ്. ഐഫോണിൽ ചെറുക്കനിതാ മന്ദം വരുന്നു. രണ്ട് കളവന്മാർ ഫ്രെയിമിൽ കയറി അതോ വരുന്നു. എന്താ ലോവേഡ് വെർഷനാണ് ഗൈസ്. തറ തട്ടി നിൽക്കുന്നുണ്ടോ വണ്ടി. ഓ ഏതാ ലുക്ക്, ഏതാ പടവീട്. ടാറ്റയിൽ നിന്ന് പോകുന്നു നമ്മളെ കൊണ്ടുപോകാതെ. അറിയില്ലേ, ഓടിക്കോ. അപ്പോൾ അത് കറണ്ട്
നമ്മൾ വണ്ടിക്കകത്ത് കയറിക്കുന്നുണ്ട്. കോച്ചമ്മർ വേലൂർ ടെമ്പിളിൽ നമ്മൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരെ വെള്ളത്തിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വാട്ടർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നോർത്ത് 16 പാക്കേജർ നമ്മളെ വണ്ടിയും കൊണ്ട് പോകുന്നു ഗൈസ്. ഇനി കളികൾ മൊത്തം വെള്ളത്തിൽ. ഇതാണ് ഗൈസ് വേലൂരിൻ്റെ പ്രാന്തമായ പ്രകാശം. ഇതിൽ വേലൂരിൻ്റെ പ്രാന്ത പ്രദേശത്തുകൂടെ കാറ്റലിൻ്റെ വണ്ടിയും കൊണ്ട് കിരണൻ മന്ദം മന്ദം ഓടി നടക്കുന്നു. ടെമ്പിളിന്റെ പേരാണ് ഗൈസ് ചേനകേശ്വര ടെമ്പിൾ. കണ്ടോ ഗൈസ് കുണ്ടന്മാരെ ശല്യമാണ് ഇവിടെ വണ്ടിയില്. രാത്രി അപ്പൂമാർ തപ്പി നടക്കാനാണ് പണി. ഇതിന്റെ സൈഡിൽ വീഡിയോ കാണിച്ചു ആരാണ് കരയാണ്. എനിക്ക് വീഡിയോ അയച്ചു തന്നെ. അല്ല ഒന്ന് ഇപ്പൊ എടുത്തോ, ഇല്ല ലൈവ്. ആര് കരഞ്ഞു? നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞതുപോലെ സാധനം കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ കാര്യമാണ്. 7 വർഷത്തെ പ്രണയത്തിന് ശേഷം അവൾ തേച്ചിട്ട് വേറൊരുത്തിനെ കൂടെ പോയ മുഖത്തെ വ്യക്തിയാണ് കേസ്. എന്തോ അല്ലേ ഉള്ളതല്ലേ? അല്ല, അതിന്റെ പേരും പറഞ്ഞു എല്ലാ ദിവസവും കരയും. ഇന്നും വേലൂർ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കണ്ണിന്ന് മൊക്ക കരഞ്ഞതിന്റെ വിഷയം നമ്മൾ ഇപ്പോ ലൈവായിട്ട് കാണിക്കും. എവിടെ കരയാണ് കേസ്. കണ്ടോ കണ്ടോ കുതിര പോട്ടെ വണ്ടി പോട്ടെ പേടിയുണ്ടോ? പേടിയുണ്ടോ? പണ്ടേ പോയി. സ്പീഡ് പേടിയുണ്ടോ? ഏകദേശം എളുപ്പമുണ്ടോ? സ്പീഡ് പേടിയുണ്ടെങ്കിൽ ഒന്നും ചെയ്യണല്ലേ, പിടിച്ചാൽ വണ്ടിയുടെ പോട്ട്. വേലൂരിൽ നമ്മൾ സ്പീഡ് ബോട്ടിൽ പോകുന്നു. സ്പീഡ് ബോട്ടിൽ നമ്മൾ എന്തിൽ പോകാൻ പോകുന്നു? സ്പീഡ് ബോട്ടിലല്ലേ വണ്ടി എടുക്കാശിനെ പോട്ട് പറപ്പിക്ക്. വണ്ടി സ്റ്റാർട്ടാവില്ല. അടുത്തിട്ട് കാലോട് വണ്ടി എടുത്തു. വണ്ടി പോട്ടെ സൈഡ് കൊള്ളാം. പോട്ടെ അയ്യോ അങ്ങോട്ട് അങ്ങ് മലയെ പോട്ടെ. വണ്ടി പറഞ്ഞേ
അങ്ങോട്ട് കറങ്ങി അടി അങ്ങോട്ട് കറങ്ങട്ടെ മറിയട്ടെ മറിയട്ടെ ഇങ്ങനെ പറയും കഴിഞ്ഞ കൈസ് ഇന്നത്തെങ്ങും കഴിഞ്ഞിരിക്കും. പേടിച്ചോ? ബാക്കി വീഡിയോസ് അടുത്ത് നമ്മൾ വരുന്നതാണ്. പേടിച്ചിട്ട് അവരയിച്ചിട്ട് കൈസ്. അയ്യോ പേടിച്ച്. അപ്പോൾ വെച്ചാൽ നമ്മൾ കൂർഗിൽ ഒന്ന് സ്റ്റേയും കഴിഞ്ഞു. ഇപ്പം ഗോൾഡൻ ടെമ്പിളിൽ നിൽക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിൽ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നു. സാധനം ഫെബ്രുവരി 14 ആയതുകൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ടുമില്ല, അത് പ്രപ്പോസൽ സാധനമാണ്. അറഫാരി ഒറ്റ കാര്യം റെക്കോർഡ്. അറഫാരി അറിഞ്ഞൂടല്ല മാറ്റി പറഞ്ഞു കഴിയപ്പം എന്തായിരുന്നു പറയട്ടെ, ഞാൻ മാറ്റി പറയാൻ പറ്റത്തി കഴിയപ്പം. അങ്ങനെയാണ് തിരിച്ച് കൃത്യമാർക്കിട്ട് ഇവിടെ പൈസ പിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഉള്ള കവറക്കി പൈസ ഇല്ലെന്ന് ആണെങ്കിൽ പൂ തരാം. ബ്രോ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബാക്കി 50 റുപ്പീസ് ഉമ്മൻ തരുമോ? ആ പോട്ടെണ്ണ ബ്രോ ചാറ്റ ഒരു ഉമ്മ ഇട്ടേ. അപ്പോൾ മച്ചാന്മാരെ ഒരു കാര്യം പറയാനുള്ളത്, നോർത്ത് 60 പാക്കേജ് പോവാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ബാംബു ഫോറസ്റ്റിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ രണ്ടുപേർ എന്തൊക്കെ ചെയ്യുന്നു. മിലിറ്ററിയുടെ ഗ്രാഫിക്സ് അടിച്ച ജയ് ശ്രീരാമിന്റെ കർണാടക വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ എല്ലാം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. കിളിയങ്കൽ എന്ന് പറയുന്ന വണ്ടിയുടെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. അതന്നെ ഞാൻ വിചാരിച്ചു അവൻ്റെ കുറ്റിയത് കോപ്പറേറ്റ് അടിക്കുന്നുള്ള പാട്ടിട്ടിരിക്കുന്ന കേസ്. നമ്മൾ കൂർഗയിൽ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ തിരിച്ച് നമുക്ക് നാളെ രാവിലെ 6 മണിക്ക് കോളേജിൽ എത്തിയാൽ മാത്രമേ ബാക്കി പേയ്മെന്റ് വരുള്ളൂ എന്നാണ് സാറ് ആണ്. അതുകൊണ്ട് നമ്മൾ 80-ൽ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ 80-ൽ കട്ടായതുകൊണ്ട് 80-ൽ പറപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കോളേജുകാർ പറയണം അവർക്ക് എങ്ങനെയെങ്കിലും രാവിലെ 6 മണിക്ക് എത്തിയില്ലെങ്കിൽ പേയ്മെന്റ് ബാക്കി തരൂലെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് എത്തിച്ചിരിക്കും 4 മണിയാകുമ്പോൾ എത്തി അല്ലേ പറയുന്നത്. അതുപോലെ മറ്റേ നമ്മള് കൂർഗിയിൽ നിന്ന് നമ്മുടെ വണ്ടിക്കകത്തുള്ള പിള്ളേര് 4 ചെറുക്കന്മാരെ വാങ്ങിച്ചാൽ കഴിച്ചു. കൊച്ചിന്റെ പേര് കൊച്ചു ഉറക്കമാണ്. കൊച്ചിന്റെ പേരറിഞ്ഞൂടാ. കൊച്ചു ഓർമ്മ വരുമ്പം ഓർമ്മ വരുമ്പം കൊച്ചു പേര് പറയുന്നതാണ്. ബുദ്ധ വാങ്ങിച്ചെന്ന് കൊച്ചേ ബുദ്ധ വാങ്ങിയെന്ന് വെച്ചാ എന്താ കുഴപ്പം. വഴിയിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ബ്ലോക്ക് ഉണ്ട്. നമ്മളെ കുറ്റമല്ല, നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. 2 മണിക്കാണ് ഇറങ്ങിയത്. 2 മണിക്ക് ഇറങ്ങിയെങ്കിലും വഴിയിൽ ഇതൊക്കെ വഴിയിൽ ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോകളെല്ലാം പകർത്തുന്നുണ്ട്. വേണ്ട റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഉച്ചയ്ക്ക് പണി ചെയ്യുന്നു പാവപ്പെട്ടവന്മാർ. ഇങ്ങനെയൊക്കെ കയറി നിൽക്കല അണ്ണാ. എണീറ്റ് അവിടെ കൊച്ചി പാമ്പ
നമുക്ക് ബുദ്ധ വാങ്ങിച്ച കൊച്ചിനെ നമ്മൾ റിവീൽ ചെയ്യുകയാണ്. വൺ സൈഡ് പോയി അപ്പൊ മറ്റേ ബുദ്ധന വാങ്ങിച്ച കൊച്ചിനെ കൊണ്ട് നോക്കും. അതാണ് അങ്ങനെ നോക്ക്. ഇതാണ് നമുക്ക് ബുദ്ധന വാങ്ങിച്ച കൊച്ച്. എന്റെ സിനിമയ്ക്ക് എടുത്തേട്ടാ ഇവിടെ തീർന്നോ? ഇതെല്ലാം പൊളിച്ചോണ്ട് ആരെയാണ് ഇത് ഇങ്ങനെയാണ് കേട്ടാ സംഭവം. ചെറുതായി ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. പുലികളെ ഇന്ന് രാത്രി വണ്ടിക്ക് മാനുകൾ കാണാനുള്ളത് മാനിനെ കാണാനില്ല. പുലി ഉണ്ട് അവൻ ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്നലെ രാത്രി കിരാണുണ്ടല്ലോ കടിച്ച് അവൻ ഇന്നലെ രാത്രി സൈക്കിൾ ചവിട്ടിയാണ് സൈസിന്ന് പോയത്. അതിന്റെ കുറച്ച് ക്ഷീണം അവന്റെ മുഖത്തുണ്ട്. അവൻ ഇന്ന് രാവിലെ 8 മണിക്കാണ് ഉറക്കുന്നുണ്ട്. ഇനി വേറെ കുറേണ്ടടാ ഗുണ്ടന്മാരുടെ ഞാൻ മന്ത്രി കുറവല്ലേ? ആ വലിയ കുഴപ്പമില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ രാവിലെ 6 മണിക്ക് കോളേജിൽ ഇറക്കുമെന്ന് പറഞ്ഞ് രാവിലെ 6 മണിക്ക് കോളേജിൽ പിള്ളേർ ഇറക്കിയിട്ടുണ്ട്. പിള്ളേർ ഇറക്കുകയും ചെയ്ത് ആ ട്രിപ്പ് നല്ല കിട്ടിലുമായിട്ട് എൻഡ് ചെയ്യുകയും ചെയ്ത് അടുത്ത ട്രിപ്പ് നമ്മൾ എടുക്കുകയും ചെയ്ത ഡണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗോകർണയിലായിരുന്നു സ്റ്റേ. അപ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത ഡണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ചാൽ എവിടെ നിന്നാണ് ട്രിപ്പ് എടുത്തത്, എങ്ങോട്ടാണ്, എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ അടുത്ത വ്ളോഗിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ വെച്ചാൽ എല്ലാ മീനോടുണ്ട് വീണ്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓ